ഓം അമൃതേശ്വരേ നമഃ. ജനമേജയന്റെ സർപ്പയാഗം. ജനമേജയ രാജാവ് തക്ഷശിലയിൽ ഭരണം നടത്തുന്ന കാലം. ആ കാലത്ത് ഉത്തങ്കൻ എന്ന മഹാമുനി അദ്ദേഹത്തെ കാണാനായി ഹസ്തിനപുരത്തിലെത്തി. വലിയൊരു ഗൂഢോദ്ദേശവുമായിട്ടാണ് വരവ്. അങ്ങയുടെ പിതൃഘാതകനായ തക്ഷകനെ അങ്ങ് വകവരുത്തണം. പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ കടിച്ചു കൊന്നില്ലേ? സർപ്പയാഗം അനുഷ്ഠിച്ച് തക്ഷകനെ അങ്ങ് ഭസ്മാക്കണം. ഉത്തങ്കന്റെ തക്ഷകനോടുള്ള വിദ്വേഷം രാജാവിലും കുത്തിവെച്ചു. ഉത്തങ്കൻ വർഷിച്ചതുപോലെ രാജാവ് സർപ്പയാഗം തുടങ്ങി. പ്രത്യേക വൈദഗ്ധ്യമുള്ള പുരോഹിതന്മാരാ യാഗം ചെയ്യണത്. ഇതുപോലൊന്ന് വേറെ ആരും ഇതുവരെ അനുഷ്ഠിച്ചിട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ അഭിമാനം തോന്നിയത് രാജാവിന്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. എല്ലാം സന്തോഷിക്കാൻ വകയുണ്ടെങ്കിലും യാഗശാല പണിത തച്ചുശാസ്ത്രജ്ഞൻ പ്രവചിച്ചു, മഹാരാജാവൻ സർപ്പയാഗം പൂർണ്ണമാവും മുമ്പ് ഒരു തപസ്വി ഇത് മുടക്കും. ഈ ഒരു വിഷമ ചിന്ത രാജാവിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. രാജാവ് സർപ്പയാഗം തുടങ്ങി. മന്ത്രജപങ്ങൾക്ക് ശക്തി കൂടിയപ്പോൾ ഏതൊരു വർഗത്തെ ഉന്മൂലനം ചെയ്യാനാണോ ഈ യാഗം ചെയ്യണത്, ആ സർപ്പങ്ങളെല്ലാം ചുറ്റിപ്പിണഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും കരഞ്ഞും ഇഴഞ്ഞു വന്ന് ഉമുണ്ടതിൽ പതിക്കാൻ തുടങ്ങി. കൗത്സൻ, ജൈമിനി, ശാർങ്ങരവൻ, പിങ്കളൻ, ഉദ്ദാലകൻ തുടങ്ങിയ പ്രമുഖരായ മഹർഷിമാരുടെ സാന്നിധ്യത്തിലാണ് സർപ്പയാഗം ചെയ്യണതേ. ചാവുന്നതിന് മുൻപായി തീയപ്പെടുമ്പോൾ സർപ്പങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാണഹത്യാ വേദന ഉണ്ടല്ലോ, 8 ദിക്കുകളിലും മുഴങ്ങി അഹസ്യമായ ദുർഗന്ധവും വമിക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛനെ കൊന്നില്ലേ? അമർഷം മുഖത്ത് ഉദിച്ചു വരുന്നു. തക്ഷകനാണെങ്കിലോ പേടിച്ച് തൻ്റെ മിത്രമായ ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ പോയി ഒളിച്ചിരിക്കുക. വാസുകിയുടെ സ്ഥിതി എന്താ? സ്വഗൃഹത്തിൽ അവശനായിട്ട് കിടക്കുകയാണ്. അനിയത്തെ വിളിച്ചു, ജരൽക്കാരോ ജരൽക്കാരോ, എൻ്റെ ദേഹം തളരണു, യാഗത്തിൽ പതിക്കാറായി ഞാൻ. ആസ്തികനെ, നിന്റെ മകൻ ആസ്തികനെ വേഗം യാഗശാലയിലേക്ക് അയക്കൂ. അവനെ സർപ്പയാഗം അവസാനിപ്പിക്കാൻ പറ്റൂ. പൂർവ്വ സംഭവങ്ങളെല്ലാം അമ്മയിൽ നിന്നറിഞ്ഞ ആസ്തികൻ യാഗശാലയിലെത്തി രാജാവിനെ സ്തുതിക്കാൻ തുടങ്ങി. ബാലനായ ആസ്തികനോട് മഹാരാജാവിന് പ്രിയം തോന്നി. കുട്ടി, നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ, തരാം. ഈ സമയത്ത് തക്ഷകനെ വരുത്താൻ പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. ദേവേന്ദ്രനെ കൂടി ഹോമിക്കാണ് ഋത്തിക്കുകൾ പുറപ്പെട്ടിരിക്കുന്നത്. സ്വരക്ഷയ്ക്കായി ദേവേന്ദ്രനോ തക്ഷകനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. തക്ഷകളാണെങ്കിൽ അത്യുച്ചത്തിൽ ചീറ്റിക്കൊണ്ട് വേദനയോടെ പൊളഞ്ഞ് 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 ഹോമകുണ്ഡത്തിൽ പതിക്കാറായി. ആസ്തികൻ പറഞ്ഞു, അങ്ങുടൻ തന്നെ ഈ യാഗം അവസാനിപ്പിക്കണം. കുട്ടി, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, യാഗം അവസാനിപ്പിക്കാൻ മാത്രം പറയരുതേ. ആസ്തികൻ ഒട്ടും ചലിച്ചില്ല. മാത്രല്ല, തക്ഷകൻ ഹോമകുണ്ഡത്തിൽ പതിക്കും മുമ്പ് നിൽക്കൂ 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 എന്ന് 3 തവണ വിളിച്ചു പറഞ്ഞു. മറ്റു മഹർഷിമാരുടെ ഉപദേശത്താൽ രാജാവ് സർപ്പയാഗം അവസാനിപ്പിച്ചു. പണ്ടുള്ള മുത്തശ്ശിമാരെ ചൊല്ലിട്ടുണ്ട്, സർപ്പഭയം വരാതിരിക്കാൻ ജരൽക്കാരു
ആസ്തികായ നമോ നമഃ. ഈ മന്ത്രം പലതവണ ഉരുക്കഴിക്കാൻ പറയും. അംബുജമ്മ പറയാറുണ്ട്, പക വീട്ടാൻ യാതൊന്നിനും പരിഹാരമല്ല. ക്ഷമയും വിവേകബുദ്ധിയുമാണ് മനുഷ്യരെ ദൈവപദവിയിലേക്ക് ഉയർത്തുന്നത്. സാധനാനുഷ്ഠാനങ്ങളിലൂടെ ഈശ്വരചിന്ത വളർത്തിയാൽ കർമ്മങ്ങളുടെ ഗതി നേർവഴിക്ക് തിരിയും. പൂർണ്ണ ശരണഗതി വേണം എന്ന് മാത്രം. ഓം അമൃതേശ്വരി നമഃ.